ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ കൂടി തൊടുത്തുവിട്ട് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ എത്തിയതോടെ സെൻട്രൽ ഇസ്രായേലിലും ജെറുസലേമിലും സൈറനുകൾ മുഴങ്ങി. യമനിൽ നിന്ന് മറ്റൊരു ആക്രമണം കൂടി ഇസ്രായേലിനെ വിറപ്പിച്ചെത്തി. മിസൈൽ ആക്രമണം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലക്ഷ്യത്തിലെത്തും മുമ്പ് തന്നെ മിസൈലിനെ തകർത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ടെൽ-അവീവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ജെറുസലേം ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലാണ് സൈറൻ മുഴങ്ങിയത്. US യമനിൽ ആക്രമണം നടത്തിയ ശേഷം ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. മെയ് മാസം മുതൽ ഇതുവരെ 17 മിസൈൽ ആക്രമണങ്ങളാണ് ഹൂതികൾ ഇസ്രായേലിൽ നടത്തിയത്. 2 ദിവസം മുമ്പ് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുരിയോണിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ആക്രമണത്തിനിടെ വിമാനത്താവളത്തിലകപ്പെട്ട ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണം വിജയകരമായിരുന്നു എന്നാണ് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞത്. ആക്രമണം വ്യോമഗതാഗതത്തെ തടസ്സപ്പെടുത്തിയെന്നും ഇസ്രായേൽ ജനത ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയെന്നും യഹിയ സാരി അവകാശപ്പെട്ടു. സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇസ്രായേൽ ആവർത്തിച്ചുള്ള വ്യോമാക്രമണം നടത്തുകയാണ്. ഇതേ തുടർന്ന് യമൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുകയാണെന്നും ഇസ്രായേൽ വിമാനങ്ങളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ഉടൻ കഴിയുമെന്നും ഹൂതികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ പ്രസിഡന്റ് മഹ്ദി അൽ മഷാദ് അറിയിച്ചു. യമനിൽ ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ വിമാനങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ സന്തോഷ വാർത്ത ഉണ്ടാകുമെന്നാണ് യമൻ്റെ സായുധ സേന പരിഹാസത്തോടെ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ വ്യോമസേന യമനിൽ പരിഹാസരായി മാറുമെന്നും അൽ മഷാദ് പറഞ്ഞു. അതിനിടെ ചൊവ്വാഴ്ച രാവിലെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലിനെ തകർത്തതായി IDF അറിയിച്ചു. ഇസ്രായേൽ അതിർത്തിക്ക് പുറത്തുവച്ച് തന്നെ മിസൈലിനെ തകർത്തതായി IDF അവകാശപ്പെട്ടു. എന്നാൽ അപായ സൈറനുകൾ മുഴക്കിയില്ലെന്നും IDF വ്യക്തമാക്കി. വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിലെ സമരിയ, ബാഖ്വ മേഖലകളിലും ഹൂതികൾ ആക്രമണം നടത്തി. മിസൈലുകൾ എത്തിയതോടെ സൈറൻ മുഴങ്ങുകയും ചെയ്തു. IDF ആക്രമണത്തെ പ്രതിരോധിച്ചതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത്. ഗാസയിലും അൽ അക്സയിലും ഇസ്രായേൽ നടത്തിയ നടപടികൾക്കുള്ള പ്രതികാരമായാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി സ്ഥിരീകരിച്ചു. ടെൽ-അവീവിന് കിഴക്കുള്ള ഒരു തന്ത്രപ്രധാന സ്ഥലത്തെ ലക്ഷ്യമിട്ട് മറ്റൊരു സുൽഫിഗർ മിസൈൽ തൊടുത്തുവിട്ടു. ആക്രമണങ്ങൾ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതായും ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും സാരി പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇസ്രായേൽ അധിനിവേശ മേഖലകളിലാണ് യമൻ സായുധ ഗ്രൂപ്പ് ആക്രമണം നടത്തിയത്. ആക്രമണ മുന്നറിയിപ്പായി ഇസ്രായേൽ നഗരങ്ങളിലും സെറ്റിൽമെൻറ്റുകളിലും സൈറൻ മുഴങ്ങി.